ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു 40 വയസ്സാകുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് സന്ധിവേദനയോ അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളുമായിട്ട് പേശികൾക്ക് വേദന, മസിൽ ക്രാംസ് തുടങ്ങിയ പ്രശ്നങ്ങളായിട്ട് ഡോക്ടറെ അടുത്ത് പോകാറുണ്ട്. മിക്ക ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് വളരെ കുറവായിട്ടാണ് കാണുക. കാൽസ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യം വേണ്ട ഒരു ധാതു തന്നെയാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര കാൽസ്യം കിട്ടാത്തത്. കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണാറ്, കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നമ്മുടെ രക്തത്തിൽ നോർമലി വേണ്ട കാൽസ്യത്തിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ 1 ഡെസിലിറ്റർ രക്തം എടുക്കുകയാണെങ്കിൽ 8.5 മുതൽ ഒരു 10 മില്ലിഗ്രാമെങ്കിലും വേണം. അപ്പം നോർമലി നമ്മുടെ ബ്ലഡിൻ്റെ കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ കാൽസ്യം സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്മുടെ പല്ലുകളിൽ നിന്നോ എല്ലുകളിൽ നിന്നൊക്കെ നമ്മുടെ ശരീരം വലിച്ചെടുത്ത് രക്തത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. നമുക്കൊരു ദിവസം വേണ്ട കാൽസ്യത്തിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ 1000 മില്ലിഗ്രാമാണ്. അപ്പോൾ കാൽസ്യം എന്ന് പറയുന്നത് ഏറ്റവും അധികം ഒരു 99% അത് എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. 1% മാത്രമാണ് അത് പേശികളുടെയും അതിൽ മറ്റ് പല പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നത്. പേശികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് ഉണ്ട്. ഇപ്പം ഹൃദയത്തിൻ്റെ പേശികളുടെ ഒരു ആരോഗ്യം മൂലമാണ് നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ് പ്രോപ്പറായിട്ട് നടക്കുന്നത്. ദഹനം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പർ അല്ലെ അവിടുത്തെ മസിൽസ് എല്ലാം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണം. അപ്പോൾ ഈ പേശികളുടെ എല്ലാം പ്രവർത്തനത്തിന് വേണ്ടതും ഈ പറഞ്ഞ കാൽസ്യം തന്നെയാണ്. അപ്പോൾ കാൽസ്യം കുറയുമ്പോൾ നമുക്ക് പല പല ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു കുഞ്ഞായിരിക്കുന്ന പ്രായമാണ്. ഒരു 8 മുതൽ ഒരു 20 അല്ലെങ്കിൽ ഒരു 25 വയസ്സ് വരെയാണ് നമ്മുടെ എല്ലുകളും പല്ലുകളും ഒക്കെ അതിൻ്റെ ഒരു പൂർണ്ണ വളർച്ചയിലോട്ട് എത്തുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ചുകൂടി അധികം കാൽസ്യം വേണം. ഏകദേശം ഒരു 1300 മില്ലിഗ്രാമെങ്കിലും ഒരു ദിവസം നമുക്ക് വേണം. ഇനി സ്ത്രീകളുടെ പീരീഡ്സിൻ്റെ ഒക്കെ ഒരു സമയം ഒരുപാട് കാൽസ്യത്തിൻ്റെ യൂസേജ് അവിടെയും വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഏകദേശം ഒരു 1200 മില്ലിഗ്രാം കാൽസ്യമെങ്കിലും സ്ത്രീകൾക്ക് വേണം. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ എത്തേണ്ട കാൽസ്യത്തിൻ്റെ ലെവലാണ് 1000 മില്ലിഗ്രാം. അത് പല രീതിയിൽ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് എത്തുന്നത്. പക്ഷേ ഇന്ന് ഒരുപാട് പേർക്ക് നമ്മൾ കാണുകയാണെങ്കിൽ സന്ധിവേദനയായിട്ടോ അല്ലെങ്കിൽ മറ്റ് പല ബുദ്ധിമുട്ടുകളായിട്ട് എത്തുമ്പോഴും നമ്മൾ ബ്ലഡ് കാൽസ്യം ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ബ്ലഡിൽ വൈറ്റമിൻ ഡിയുടെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ മെഡിസിൻസ് ഒക്കെ കൊടുത്ത് അതിനെ ട്രീറ്റ് ചെയ്യുന്നതിലും ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ കാൽസ്യം ലെവലൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആദ്യം നമുക്ക് കാൽസ്യം കുറയുന്നതെന്ന് നോക്കാം. കാൽസ്യം കുറയാനുള്ള ഏറ്റവും ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയാണ്. നമ്മൾ അധികമായിട്ട് ഉപ്പ് ചേർന്ന ഭക്ഷണങ്ങളാണ് കഴിക്കുക. അതായത് കൂടുതലും നമ്മൾ ഹോട്ടൽ ഫുഡുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത ഫുഡുകൾ. അപ്പം മിക്ക ഭക്ഷണത്തിലും ഭക്ഷണം കേടാവാതിരിക്കുന്ന ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് ഉപ്പ് ആഡ് ചെയ്യും. അപ്പോൾ ഈ സോഡിയത്തിൻ്റെ ലെവൽ കൂടുന്ന സമയത്ത് നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ പോലും വേണ്ട രീതിയിൽ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നടക്കില്ല. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സർജറിയോടൊപ്പം തന്നെ ചില ആൾക്കാർക്ക് പാരാതൈറോയ്ഡ് ഗ്രന്ഥികളുടെ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ വരികയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്തെങ്കിലും രോഗങ്ങൾ മൂലം ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡാണ് നമ്മുടെ കാൽസ്യം ഫോസ്ഫറസ് ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുമൂലം നമുക്ക് അതിൻ്റെ ഒരു കുറവ് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഒരു 100 പേരെ എടുക്കുകയാണെങ്കിൽ 98 പേർക്കും കാൽസ്യം കുറയാനുള്ള കാരണം എന്ന് നോക്കി കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ലെവൽ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എത്ര കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിച്ചാലും നമുക്ക് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ കാൽസ്യം കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ആഗീകരണം ചെയ്യത്തില്ല. അപ്പോൾ വൈറ്റമിൻ ഡി കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ കൂടുതലും വീട്ടിൽ ഒരു സെഡൻറ്ററി ലൈഫായിരിക്കും, നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല, വെയിൽ കൊള്ളുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ കൂടുതലും സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വൈറ്റമിനാണ്. നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ത്വക്കിലേക്ക് സൂര്യപ്രകാശം വീഴുമ്പോൾ അതിൽ അൾട്രാവയലറ്റ് ഡി റേസിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി കുറയാൻ ഒരു കാരണം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ വെയിലൊന്നും കൊള്ളുന്നില്ല, അകത്ത് ഇരുന്ന് തന്നെയാണ് നമ്മുടെ ഫുൾ ഒരു സെഡൻറ്ററി ലൈഫ് ആയതുകൊണ്ട്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ ഡിയുടെ ഒരു ആക്റ്റീവ് ഫോമിലോട്ട് കൊണ്ടുവരാൻ കിഡ്നിയും അതുപോലെ ലിവറുമാണ് സഹായിക്കുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഉണ്ട്, പ്രമേഹ നിയന്ത്രണം ഇല്ലാതെ പോയി അതിൻ്റെ ഭാഗമായിട്ട് കിഡ്നി കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ഒരു ആക്റ്റീവ് ഫോമിലോട്ട് വരുന്നില്ല. അങ്ങനെ നമുക്ക് കാൽസ്യം കുറയാൻ കാരണമാകും. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഒക്കെ നമുക്ക് കാൽസ്യം കുറയുന്നുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ IBS പോലെയുള്ള രോഗങ്ങൾ. IBS എന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അതായത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ടെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ പുറത്തിറങ്ങാനോ ചില ഇമോഷണൽ സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒരുപാട് തവണ മോശം പാസ് ചെയ്യാൻ തോന്നുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് നമ്മൾ IBS എന്ന് പറയാറ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ സീലിയാക് ഡിസീസ്, അബ്സോർപ്ഷൻ കൃത്യമായി നടക്കാതെ പോകുന്ന സീലിയാക് ഡിസീസ്, ഈ വക കണ്ടീഷനിലും ഒക്കെ നമുക്ക് ആ ഒരു കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുന്നതായിട്ട് കാണാം. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു കാൽസ്യത്തിൻ്റെ കുറവ് കൂടുതലും ഈ സ്ത്രീകളിൽ കാണുന്നത് എപ്പോഴും പീരീഡ്സ് നിന്നതിന് ശേഷമാണ്. കാരണം പീരീഡ്സ് നിൽക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ ഹോർമോൺ കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നതായിട്ടും കാണാറുണ്ട്. അതുകൊണ്ടാണ് പൊതുവേ അമ്മമാർക്ക് കുറച്ച് ഏജ്ഡ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു വീഴ്ചയിൽ തന്നെ എല്ല് പെട്ടെന്ന് പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ
ചെറിയൊരു വീഴ്ചയാണ്. ഇപ്പോൾ ബാത്റൂമിലൊന്നും തെന്നി വീണാലും കൈൻ്റെ കുഴ പൊട്ടി പോകുക, അല്ലെങ്കിൽ ഡിസ്കിന് കംപ്ലയിൻറ്റ് വരിക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കാൽസ്യത്തിൻ്റെ ഒരു അഭാവം മൂലമാണ്. ഇതുകൂടാതെ തന്നെ പുകവലി അല്ലെങ്കിൽ മദ്യപാനം പോലെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്ത് കിട്ടത്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും കാൽസ്യം നമുക്ക് ശരീരത്തിൽ എത്താതെ പോകുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത്ര ഹെൽത്തി അല്ല. നമ്മൾ ഒരുപാട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ്, അല്ലെങ്കിൽ കഫീനോ അല്ലെങ്കിൽ കോള പോലെയുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൃത്യമായി കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത് നോക്കാം. കാൽസ്യത്തിൻ്റെ ലെവൽ എപ്പോഴും കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ 99% എല്ലിനും പല്ലിനുമാണ്. ബാക്കി 1% മാത്രമേ മറ്റ് അവയവങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ കാൽസ്യത്തിൻ്റെ ലെവൽ എപ്പോഴും കുറഞ്ഞാലും ആദ്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആദ്യം ബാധിക്കുന്നത് ഈ 1% പ്രവർത്തനങ്ങൾ നടക്കുന്ന പേശികളെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചിലപ്പോൾ ലക്ഷണങ്ങൾ കാണുക നമ്മുടെ പേശികൾക്ക് ഉണ്ടാകുന്ന മസിൽ ക്രാംസുകളോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളൊക്കെ അത് ഒരു സാധാരണ കണ്ടീഷനായിട്ടോ അല്ലെങ്കിൽ വലിയ ട്രീറ്റ്മെൻറ്റിലോട്ടൊന്നും പോവില്ല. അങ്ങനെ കാൽസ്യത്തിൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും തോറും അത് നമ്മുടെ എല്ലുകളെ പല്ലുകളെയും ബാധിക്കും. അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോ പോവുക. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫൈനൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് വേണ്ട രീതിയിൽ റിസൾട്ട് ഒന്നും കിട്ടാതെ വരും. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കണം. അപ്പോൾ ഡോക്ടർ കറക്റ്റായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് പല ഒബ്സർവേഷൻ വഴിയോ എന്താണ് കേസ് എന്ന് തിരിച്ചറിഞ്ഞ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു കംപ്ലീറ്റ് ക്യൂറിലോട്ട് പോവുകയും ചെയ്യും. ഇനി കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് നോക്കാം. ഏറ്റവും ആദ്യം നോക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ കുട്ടികൾ പൊതുവേ പറയാറുണ്ട്, സ്കൂളിലൊക്കെ പോയി വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ കാൽമുട്ടിൻ്റെ മുകളിലായിട്ട് അവർക്ക് ഭയങ്കര കാലുവേദന, കാല് കഴപ്പ്. പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കരുതും പഠിക്കാനുള്ള മടി കൊണ്ടാണ് അവർ പറയുന്നത്. ചിലപ്പോൾ അവർക്ക് കാൽസ്യം ലെവൽ കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ ഒരു കുറവ് മൂലമായിരിക്കും അവർക്ക് കാലിന് വേദന അല്ലെങ്കിൽ കാല് കഴപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നത്. ഈ മുതിർന്നവരുടെ കേസ് എടുക്കുമ്പോൾ തന്നെ അവർക്കും ഈ പറഞ്ഞ രീതിയിൽ കാലിൻ്റെ മുട്ടിന് വേദന, കഴപ്പ് തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാവും. ഈ മസിൽസിൻ്റെ ഒരു ക്രാംസ് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് കിടക്കുന്നവരാർക്ക് കുഴപ്പമുണ്ടാവില്ല, ഒരു പകുതി ഉറക്കത്തിൻ്റെ ഒരു പകുതി എത്തുമ്പോഴായിരിക്കും പെട്ടെന്ന് മസിലിൽ ഒരു കോച്ചിപ്പിടുത്തുണ്ടാവുക. അവർ കാറിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ക്രാംസിൻ്റെ വേദന അത്ര കഠിനമായതുകൊണ്ട് തന്നെ അവർ കരച്ചിലൂടെ ആയിരിക്കും ചിലപ്പോൾ എണീക്കുക. അപ്പോൾ എണീറ്റ് അടുത്തിരിക്കുന്ന ഒരാൾ വന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്ക് കാൽ അനക്കാൻ പോലും പറ്റുള്ളൂ. അത്ര രീതിയിൽ ഉണ്ടാകുന്ന മസിൽ ക്രാംസ് ഉണ്ടാവാറുണ്ട്. ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ചില ആൾക്കാരിൽ നിന്ന് പറഞ്ഞാൽ ഉറക്കം കുറവായിട്ട് പറയാറുണ്ട്. ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ കിടന്നാൽ ഉറക്കം കിട്ടില്ല, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എണീറ്റാൽ പിന്നെ ഉറക്കം കിട്ടില്ല എന്ന് പറയുന്ന മിക്ക ആൾക്കാർക്കും കാൽസ്യം ലെവൽ കുറവായിരിക്കും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, ആ ഒരു കേസിൽ ഇപ്പം മിക്ക ആൾക്കാരും കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ് മുടി കൊഴിച്ചിൽ. ഒരുപാട് കാണുന്ന മുടി കൊഴിച്ചിലിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കാൽസ്യം ലെവൽ കുറവാണ്. അപ്പോൾ നമ്മൾ മുടി കൊഴിച്ചിലിനൊക്കെ ഒരുപാട് എക്സ്റ്റേണലി പല ഓയിലോ അല്ലെങ്കിൽ പല ക്രീമൊക്കെ മാറി മാറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടാത്തതിന് ഒരു കാരണം ഇതാണ്. ഇത് കൂടാതെ തന്നെ രക്തക്കുറവ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ലെവൽ കുറഞ്ഞവരിലൊക്കെ ഈ മുടി കൊഴിച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത് കാണാം. അപ്പം വിട്ട് മാറാതെ ഇങ്ങനെ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കാൽസ്യത്തിൻ്റെ ലെവൽ അല്ലെങ്കിൽ അയണിൻ്റെ ലെവൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ബ്ലഡിലുള്ള ലെവലൊന്ന് നോക്കുക. അപ്പം ഈ ഒരു ലെവൽ കുറവാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ മറ്റ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ മുടി കൊഴിച്ചിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇതോടൊപ്പം തന്നെ അവർക്ക് ഭയങ്കര കാലുവേദന അല്ലെങ്കിൽ കാലിൻ്റെ മസിലുകൾക്ക് വേദന, ചെറിയ ഒരു മൂവ്മെൻറ്റ് പോലും അവർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് പറയാം. എപ്പോഴും ഭയങ്കര ക്ഷീണമാണ്, ജോലിയൊന്നും ചെയ്യാൻ ഒരു താല്പര്യമില്ല, ഒരു ഉന്മേഷക്കുറവ് പേഷ്യൻസ് പറയും. അതുപോലെ തന്നെ അവരുടെ പല്ലുകൾ പെട്ടെന്ന് അടർന്നു പോരുക അല്ലെങ്കിൽ പല്ലുകൾക്ക് കേടുണ്ടാവുക, പല്ലുകൾ പൊട്ടിപ്പോവുക, ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ കൂടെ കാണാറുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ പറയുന്നത് നഖം പെട്ടെന്ന് ഒരു ഡ്രൈ ആയിട്ട് അത് പെട്ടെന്ന് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ ഒടിഞ്ഞു പോകുന്ന പോലെയുള്ള കാര്യങ്ങൾ കാണിക്കാറുണ്ട്. സ്കിന്നിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാവും, സോറിയാസിസ്, എക്സിമ പോലെയുള്ള കണ്ടീഷൻസ് ആയിട്ട് നിൽക്കുന്നതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു പരിധി വരെ വൈറ്റമിൻ ഡിയും കാൽസ്യം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിട്ടുമാറാതെ നിൽക്കുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിലും ഒരു പരിധി വരെ കാൽസ്യത്തിൻ്റെ ലെവലും അവർക്ക് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെയാണ് കൂടുതലും കാൽസ്യം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണാറുള്ളത്. അപ്പോൾ നമുക്ക് നല്ല പോലെ ക്ഷീണമാണ് അല്ലെങ്കിൽ ഈ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണിക്കുകയാണ് ഏറ്റവും ആദ്യം തന്നെ വേണ്ടത്. അപ്പോൾ നമുക്ക് ബ്ലഡ് കാൽസ്യം ലെവൽ നോക്കും. ബ്ലഡ് കാൽസ്യം ലെവൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം 8.5 മുതൽ 10 ഇടയിലെങ്കിലും വേണം. ഈ പറഞ്ഞ ലക്ഷണത്തിനോടൊപ്പം തന്നെ നമുക്ക് ഈ കാൽസ്യം കുറഞ്ഞ ആൾക്കാരിൽ ചില മൂഡ് സ്വിങ്സ് കാണിക്കാറുണ്ട്. അവർക്ക് ഭയങ്കര വിഷാദം അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ കണ്ടീഷൻ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഉടൻ തന്നെ ഭയങ്കര ദേഷ്യം, സങ്കടം പോലെയുള്ള മൂഡ് സ്വിങ്സ് കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. ഈ ദേഷ്യമൊക്കെ കൂടുതലായിട്ട് കാണുന്നത് പല ആൾക്കാരിലും കാൽസ്യം ലെവൽ കുറവായിരിക്കും. ഇനി നമ്മൾ കാൽസ്യത്തിൻ്റെ ലെവൽ വളരെ കുറഞ്ഞു പോകുന്ന സമയത്ത് അപസ്മാരം പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ എല്ലുകൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന കണ്ടീഷൻസ് ഒക്കെ കൂടുതലായിട്ട് കാണുന്നവരും ഈ കാൽസ്യത്തിൻ്റെ ലെവൽ കുറവായിരിക്കും. അപ്പോൾ ബാത്റൂമിലൊക്കെ തെന്നി വീഴുകയാണെങ്കിലോ അല്ലെങ്കിൽ ഡിസ്കിന് കൂടുതൽ കംപ്ലയിൻ്റ് ഒക്കെ ഉള്ള ആൾക്കാർ
നമ്മൾ ആ ഒരു നടുവേദനയ്ക്ക് കുറേ ഓയിലോ അല്ലെങ്കിൽ മസാജോ ചെയ്യുന്നതിന് പകരം കാൽസ്യം ലെവൽ നോക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക. കൃത്യമായിട്ട് ബ്ലഡ് ചെക്കപ്പിലൂടെ നമ്മൾ ആദ്യം തന്നെ വിടുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാൽസ്യം ലെവൽ കുറവാണെങ്കിൽ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഫുഡുകൾ പറഞ്ഞു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അത് വളരെ കുറവാണെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 8.5 മുതൽ 10 ഇടയിലാണ് ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ ലെവൽ വേണ്ടത്. അപ്പോൾ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഭക്ഷണം നിയന്ത്രിക്കുകയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പം ഈ ഒരു കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു കുട്ടികൾ മുതൽ എത്ര വലിയ ആൾക്കാരാണെങ്കിലും അവർക്ക് വളരെ അത്യാവശ്യം വേണ്ടതാണ്. ഇപ്പോൾ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ ഒരാൾക്ക്, ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കാൽസ്യത്തിൻ്റെ ലെവൽ വളരെ കുറഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. കാരണം അവർ പാല് കൊടുക്കുന്ന സമയത്ത് അവരുടെ കാൽസ്യം ലെവൽ വീണ്ടും കുറയാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഒരു ഡെലിവറിക്ക് ശേഷം ഒരുപാട് പേരിലും നടുവേദന കംപ്ലയിൻറ്റ് ചെയ്യുന്നത്, മുടി കൊഴിച്ചിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കേസിലൊക്കെ അവർ കാൽസ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് ആണ് ഏറ്റവും ആദ്യം എടുക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ ഫുഡിൽ കുറേ മാറ്റങ്ങൾ വരുത്തുകയും വേണം. അപ്പോൾ ഒരു ഫുഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കാൽസ്യം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയാം, ഒരു ദിവസം ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കഴിച്ചാൽ മതി, പിന്നെ കാൽസ്യം എല്ലാം ആയല്ലോ എന്നാണ് നമ്മുടെ എല്ലാവരും ഒരു ധാരണ. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം വേണ്ട കാൽസ്യത്തിൻ്റെ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 മില്ലിഗ്രാമാണ്. നമ്മൾ ഒരു ഗ്ലാസ് പാല് കുടിച്ചു കഴിഞ്ഞാൽ 100 മില്ലിഗ്രാം മാത്രമേ നമുക്ക് ഒരു കാൽസ്യം നമുക്ക് വേണ്ടത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന പാലിൽ ഒരുപാട് വെള്ളമുണ്ട്, അതുപോലെ തന്നെ പല അഡൾട്രൻസും ആഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിലൊന്നും കാൽസ്യം കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു കാൽസ്യം കിട്ടണമെങ്കിൽ ഏകദേശം 1 മുതൽ 1.5 ലിറ്ററോളം നമ്മൾ പാൽ കുടിക്കണം. അത് അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് അപ്പോൾ കാൽസ്യത്തിന് കിട്ടാൻ വേണ്ടി പാലും മുട്ടയും മാത്രം പോരാ. ഒരു മുട്ട കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു മുട്ടയിൽ നിന്ന് ഏകദേശം 50 മില്ലിഗ്രാം മാത്രമേ കാൽസ്യം കിട്ടുള്ളൂ. അപ്പം ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട മറ്റ് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇലക്കറികളാണ്. ഇപ്പോൾ ഇലക്കറികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ളതാണ് അഗസ്ത്യ ചീര, അല്ലെങ്കിൽ അഗസ്ത്യ ചീരയുടെ ഇലയിലൊക്കെയാണ് ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 100 മില്ലിഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 1130 മില്ലിഗ്രാമോളം കാൽസ്യം കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഇലക്കറികൾ മാക്സിമം ഉൾപ്പെടുത്തുക, അതാണ് ഏറ്റവും ആദ്യം കാൽസ്യം കിട്ടാൻ വേണ്ടി വേണ്ടത്. ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് തഴുതാമയുടെ ഇല, അല്ലെങ്കിൽ സ്വർണ്ണ ചീര, പൊന്നാങ്കണ്ണി ചീര, ഇവയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഭക്ഷണത്തിന് ഒപ്പം തന്നെ. അപ്പോൾ നമുക്ക് തോരൻ വെച്ച് കഴിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ധാരാളം കാൽസ്യം കിട്ടും. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്കുള്ള മുരിങ്ങയില, ചീരയില. ഇപ്പോൾ ചീരയുടെ ഒരു കേസ് എടുക്കുമ്പോൾ ഒരുപാട് ചീര കഴിക്കുകയാണെങ്കിൽ അതിൽ ഓക്സലേറ്റ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളവർക്ക് അത് ദോഷം ചെയ്യും. കാരണം ഓക്സലേറ്റ് അധികം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ അവിടെ കുറച്ച് കുറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാധാരണ പച്ചച്ചീരയിൽക്കാളും മറ്റ് പല ഇലക്കറികളിലാണ് കൂടുതലായിട്ട് നമുക്ക് കാൽസ്യം കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കറിവേപ്പില നമ്മൾ എല്ലാ കറിയിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളത് ആരും കഴിക്കാൻ താല്പര്യപ്പെടാറില്ല. നമ്മളത് എടുത്ത് പുറത്ത് കളയുകയാണ് ചെയ്യുക. അപ്പോൾ ദിവസവും ഈ പാലും മുട്ടയും മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് വേണ്ട കാൽസ്യം കിട്ടുന്നില്ല. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇലക്കറികൾ ധാരാളമായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട കാൽസ്യം ഒരുവിധമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇലക്കറികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും അധികം കാൽസ്യം അടങ്ങിയിട്ടുള്ളത് അഗസ്ത്യ ചീര, അല്ലെങ്കിൽ അഗസ്ത്യ ചീരയുടെ ഇലയായാലും പൂവായാലും ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു 100 ഗ്രാമാണ് അഗസ്ത്യ ചീര എടുക്കുന്നതെങ്കിൽ അതിൽ ഏകദേശം 1130 മില്ലിഗ്രാമെങ്കിലും കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ട അത്യാവശ്യം കാൽസ്യം കിട്ടുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കറി വെച്ച് കഴിക്കാവുന്നതാണ് പൊന്നാങ്കണ്ണി ചീര, അല്ലെങ്കിൽ സ്വർണ്ണ ചീര, ഇവയൊക്കെ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന പച്ച ചീര അല്ലെങ്കിൽ ചുവന്ന ചീരയിലൊക്കെ ആണെങ്കിൽ കാൽസ്യം ഉണ്ട്, പക്ഷേ അതിൽ 1% വരെ ഓക്സലേറ്റ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് മറ്റ് ചീരകളാണ്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന കാൽസ്യത്തിൻ്റെ ലെവൽ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു ചീര അല്ലാതെ തന്നെ നമുക്ക് മുരിങ്ങയിൽ നിന്നും നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെയാണ് കറിവേപ്പിലയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാം കറിവേപ്പില എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 830ഓളം മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നോർമലി അത് എടുത്ത് കളയുന്നതിന് പകരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മമാരൊക്കെ പൊതുവേ ചെയ്യാവുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പില അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഫുഡിലൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മളത് എടുത്ത് കളയത്തില്ല, നമുക്ക് കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അതുപോലെ മല്ലി ഇലയിൽ, ബ്രക്കോളിയിലൊക്കെ എല്ലാ ഇലക്കറികളിലും ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇലക്കറികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി മറ്റ് ധാന്യങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പറയേണ്ട ഒന്നാണ് റാഗി അല്ലെങ്കിൽ മുത്താറി. നമ്മൾ 6 മാസമായിട്ട് എപ്പോഴാണ് ഒരു ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കുന്നതാണ് റാഗിയുടെ കുറുക്ക് ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല എത്ര മുതിർന്നവർക്കാണെങ്കിലും ഏറ്റവും വളരെ നല്ലൊരു റിച്ച് സോഴ്സാണ് കാൽസ്യത്തിൻ്റെ. അപ്പം നമ്മൾ 100 ഗ്രാം ഒരു റാഗി എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 340 മില്ലിഗ്രാം വരെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ പയറ് വർഗ്ഗങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ സോയാബീൻ, വൻപയർ, ചെറുപയർ, ഇതിലെല്ലാത്തിലും കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നട്ട്സുകളുടെ കേസ് ആണെങ്കിലും കാഷ്യൂ, ആൽമണ്ട്, വാൽനട്ട്, ഇതിലെല്ലാം ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്.
ഇനി ഇത് കൂടാതെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ, മത്തി, നെത്തോലി, അയല പോലെയുള്ള ചെറിയ മത്സ്യങ്ങളും കുറഞ്ഞ ശതമാനത്തോളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളായിട്ട് പറയാറ്. ഇനി നമ്മൾ ഫ്രൂട്ട്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായി ഏകദേശം ഒരു 39 മില്ലിഗ്രാം എങ്കിലും കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഒരു 100 ഗ്രാം മൾബറി എടുക്കുകയാണെങ്കിൽ. മൾബറിയാണ് ഫ്രൂട്ട്സിൻ്റെ കേസിൽ ഏറ്റവും റിച്ച് സോഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ഫ്രൂട്ട്സിൽ പറയുകയാണെങ്കിൽ പേരക്കയിൽ ഏകദേശം 18 മില്ലിഗ്രാം എങ്കിലും ഉണ്ടാവാറുണ്ട് ഒരു 100 ഗ്രാം പേരക്ക എടുക്കുകയാണെങ്കിൽ. അതുപോലെ പപ്പായയിൽ ഏകദേശം ഒരു 12 മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ടാകും ഒരു 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ. അതുപോലെ പാഷൻ ഫ്രൂട്ടിൽ ഇതിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പൈനാപ്പിൾ ഇതുപോലെ തന്നെയാണ് ഓറഞ്ചിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിനോടൊപ്പം തന്നെ കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വക ഫ്രൂട്ട്സുകൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിലും ഒരു പരിധി വരെ നിങ്ങൾക്ക് കാൽസ്യം ഡെഫിഷ്യൻസി ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അതിൻ്റെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോസ്ഫറസ്, മാഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത്തപ്പഴം അല്ലെങ്കിൽ മറ്റ് അവോക്കാഡോ പോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനും കൃത്യമായിട്ട് നടക്കും. നമുക്ക് വേണ്ട രീതിയിൽ ഒരു കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ എപ്പോഴും നമ്മുടെ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ കൃത്യമായി കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ വെയിൽ കൊള്ളുക. ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ഒരു ദിവസം ഒരു 10 മണിക്കും 3 മണിക്കും ഇടയിലുള്ള വെയിൽ കൊള്ളുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറയ്ക്കാം. അതുവഴി നമുക്ക് ആ ഒരു കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൃത്യമായിട്ട് നടക്കാനും സഹായിക്കും. ഇതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഒരു 1/2 മുതൽ 3/4 മണിക്കൂറെങ്കിലും ദിവസം വ്യായാമം കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റായിട്ട് എല്ലാ മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കും. കറക്റ്റായിട്ട് ഒരു ബ്ലഡ് സപ്ലൈ ഉണ്ടാവും. നമ്മുടെ മസിൽസൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ മസിൽ ക്രാംസോ അല്ലെങ്കിൽ മറ്റ് പല ബുദ്ധിമുട്ടുകളോ സന്ധിവേദനകളൊന്നും ജീവിതത്തിൽ ഒരിക്കലും വരാതെ കംപ്ലീറ്റ് ആയിട്ട് മാറാനും പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.